മക്കളെ ടെർമിനൽ വെലോസിറ്റിന്റെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു രസകരമായിട്ടുള്ള ഒരു ചോദ്യം നോക്കിയാലോ. ഇതാണ് നമ്മൾ ചോദ്യം നോക്കിയവ. The diameter of the ball A is half of that of ball B ആണ് അല്ലേ. സോ യെസ്, ഡയമീറ്റർ അല്ലെ, ഡയമീറ്ററിന്റെ ഏകദേശം അതേ റേഷ്യോയിൽ തന്നെയാണല്ലോ നമ്മുടെ എന്ത് വരിക, റേഡിയസ് വരില്ലേ. സോ ഡയമീറ്ററിന് എത്ര മാറ്റം ഉണ്ടോ അതേപോലെ തന്നെ റേഡിയസും മാറും. അപ്പൊ ചുരുക്കി നമുക്കിവിടെ റേഡിയസ് വേണ്ടത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റേഡിയസിന്റെ ടേമിൽ പറയാം. സോ റേഡിയസ് ഓഫ് എ അല്ലെ, സോ എന്റെ റേഡിയസ് എന്താണെന്നാ പറഞ്ഞത്, ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് റേഡിയസ് ഓഫ് ബി ആണ്, അല്ലെങ്കിൽ RB/2 ആണ് നമുക്ക് പറയാം അല്ലെ. സോ RB/2 തന്നെ എഴുതാം. സോ RB/2 ആണ്, റേഡിയസ് ഓഫ് B/2 ചെയ്താൽ നമുക്ക് ആരെ കിട്ടും. ഓക്കെ, വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദർ ടെർമിനൽ വെലോസിറ്റി അല്ലേ. സോ നമുക്ക് എന്താ വേണം, ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ ആണ്. എന്താണ് നമ്മുടെ ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ, എന്താണ്, 2r²g into ρ - σ/9η. ഇതാണ് നമ്മുടെ ടെർമിനൽ വെലോസിറ്റി അല്ലേ. ഇവിടെ ടെർമിനൽ വെലോസിറ്റി നമ്മുടെ റേഡിയസ് നമ്മൾ എന്ത് പ്രൊപ്പോർഷണാലിറ്റിയാ, ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി അല്ലേ. സോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r² എന്ന് പറയാം നമുക്ക്. റെഡി അല്ലേ. അങ്ങനെ നമ്മൾ രണ്ടാൾക്കാർക്ക് എടുക്കാൻ പോവാണ്. സോ നമുക്ക് എന്തറിയാം, യെസ്, ടെർമിനൽ വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ്, യെസ്, RA² ആണ്. അതേപോലെ തന്നെ ടെർമിനൽ വെലോസിറ്റി ഓഫ് ബി എന്തിന് പ്രൊപ്പോർഷൻ ആണ്, യെസ്, റേഡിയസ് ഓഫ് ബിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആണ്. രണ്ടാളുടെ റേഷ്യോ നമ്മൾ എടുക്കുന്നു. റെഡി ആണല്ലോ. സോ നമുക്ക് അവിടെ എന്ത് വരും നോക്കിയതാ, VA/VB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RA/AB അല്ലേ. സോ RA എന്ന് പറഞ്ഞാൽ ആരാണ്, RB/2 ആണ്. സോ അത് RB/2 ആയിട്ട് കൊടുക്കാം. ഓൾ ഡിവൈഡഡ് ബൈ അവിടെ ആരുണ്ട്, RB ഉണ്ട്. ഇതിന്റെ ഓൾ സ്ക്വയർ എടുക്കാതെ നമുക്ക് ഇവിടെ RB ക്യാൻസൽ ചെയ്യാം. ബാക്കി അവിടെ 1/2 അല്ലേ. സോ 1/2 ന്റെ ഓൾ സ്ക്വയർ എടുക്കണം. എന്താണ് 1/2 ന്റെ ഓൾ സ്ക്വയർ, 1 സ്ക്വയർ 1 ആണ്, 2 സ്ക്വയർ 4 ആണ്. സോ നമുക്ക് എന്താ പറയാം, ആ വെലോസിറ്റിന്റെ റേഷ്യോ എന്തായിരിക്കും, 1:4 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞു. റെഡി അല്ലേ.